ഹായ് ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പങ്കുവയ്ക്കുന്നൊരു കല്യാണ വീഡിയോ ആണ്. കല്യാണം ആരുതാണെന്ന് ചോദിച്ചാൽ രാജേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ആണ് കേട്ടോ. രാജേട്ടൻ അതൊരു ഫ്രണ്ടാണെങ്കിലും എനിക്കെൻ്റെ ഒരു ആങ്ങളെ പോലെയാണ്. കാരണം അവൻ നമ്മളുടെ ഈ ഷെഡിൻ്റെ വീട് പണിക്കും കാര്യങ്ങൾക്കും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ കല്യാണത്തിന് പെണ്ണിന് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ രാവിലെ തന്നെ മാറ്റി നിൽക്കുന്നതും. ഇപ്പോൾ ഏകദേശം ഒരു 9 മണി 9:30 ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവൻ്റെ വീട്ടിലേക്കൊന്നും പോകുന്നില്ല, അവർ നമ്മൾ ഈ റൂട്ടിനാണ് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനും രാജേട്ടനും കുട്ടിയും ഇവിടെ അടുത്ത് അവർ റൂട്ടിന് വരുമ്പോൾ ആ റൂട്ടിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒപ്പം പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മളവിടെ കാത്തു നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ കാത്തു നിന്നപ്പോൾ രാജേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സൊക്കെ അതിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അവരുടെ കൂടെ നമ്മളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കല്യാണം എന്ന് പറയുന്നത് കരുവാരക്കുണ്ട് അയ്യപ്പൻകാവ് എന്ന് പറഞ്ഞ ക്ഷേത്രത്തിൽ വെച്ചാണ് കേട്ടോ കെട്ട്. അതിന് ശേഷം കുട്ടിയുടെ വീട്ടിലേക്ക് പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നത് ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ കരുവാരക്കുണ്ട് അയ്യപ്പൻകാവ് എന്നൊരു ക്ഷേത്രത്തിൽ വെച്ചാണ് കെട്ട്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ അധികം നല്ല ആളുകൾ എത്തിയിട്ടില്ല കേട്ടോ. ചെക്കനും പിന്നെ നമ്മൾ കുറച്ച് ഫ്രണ്ട്സും മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ അവിടെ ചെന്നേക്ക് നമ്മൾ കണ്ട കാഴ്ച പറഞ്ഞാൽ ചെക്കൻ്റെ ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ അവിടെ നല്ല ക്ലൈമറ്റാണ് കേട്ടോ. എന്താ പറയുക, നല്ലൊരു ക്ലൈമറ്റാണ്. നമുക്ക് ഇപ്പോൾ ഈ ചൂടത്ത് നിൽക്കാൻ പറ്റുന്നൊരു സ്ഥലമായിരുന്നു. അമ്പലത്തിൻ്റെ അവിടെ നല്ല മരങ്ങളും തൂക്കലുകൊണ്ട് ഒരു ചോട്ടിൽ നിന്നാൽ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ നിന്ന് ചെക്കൻ്റെ കൂടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതൊന്നും വീഡിയോസും കാര്യങ്ങളൊന്നും എനിക്കെടുക്കാൻ കഴിഞ്ഞില്ല അതിൻ്റെ കേട്ടോ. പിന്നെ രാജേട്ടനും ഫ്രണ്ട്സൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണേ ഞങ്ങളാണ് നോക്കിക്കൊണ്ടിരുന്നു കേട്ടോ. റിച്ചുവിന് ഒരുപാട് സ്ഥലമുണ്ടല്ലോ, അപ്പോൾ അവന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കാൻ അപ്പോൾ തന്നെ തുടങ്ങി. മീൻ്റെ കുട്ടി കുട്ടി അങ്ങനെ ചെക്കനും പെണ്ണും തൊഴാൻ വേണ്ടിയിട്ട് അകത്ത് കയറിയിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ കണ്ടൊരു നല്ലൊരു ക്ലൈമറ്റുള്ള ഏരിയ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ പടീൻ്റെ അവിടെയൊക്കെ പോയിരുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ സൂര്യാടം നട്ടോ എല്ലാവരും കൊടുക്കണമെന്നില്ല
ഞാൻ തീരെ ഹൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും കാണാൻ പറ്റണ്ടായില്ല. ഞാൻ ഫോൺ എങ്ങനെയൊക്കെയോ പൊക്കി പിടിച്ചിട്ടാണ് ഞാൻ അത്രയും നേരം വീഡിയോസും കാര്യങ്ങളും എടുത്ത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനങ്ങൾ അവിടെ നിന്നിട്ട് പോന്നപ്പോൾ റിച്ച് ഭയങ്കര ഓട്ടമാണ്. ഈ കൂടെ അവൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴത്തേക്ക് പിന്നെയും മണ്ട് കേട്ടോ. കുറേ ഞാൻ പറഞ്ഞു വെയിലത്ത് കൂടെ കളിക്കല്ലേ. ഞാൻ അല്ലാതെ തന്നെ ചെറുതായിട്ടൊരു ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ രാവിലെ മരുന്ന് കൊടുത്തിട്ടൊക്കെ കൊടുന്നത് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ രാജേട്ടൻ പിടിച്ച് വലിച്ചൊരു അവിടെ ഒരു ഓട്ടോറിക്ഷ ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഇരുത്തുക ചെയ്തു. പക്ഷേ അവന് അച്ഛൻ്റെ ബൈക്ക് എന്ന് കരയുകയാണ് കേട്ടോ. അങ്ങനെ കെട്ട് കഴിഞ്ഞ് നമ്മൾ നേരെ പെണ്ണിൻ്റെ വീട്ടിലേക്ക് വിട്ടിട്ടോ. പക്ഷേ ചെക്കനും പെണ്ണും പോന്നിട്ടൊന്നുമില്ല. അവർ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വണ്ടിയാണ് കേട്ടോ അവിടുന്ന് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ ഇവിടെ അടുത്ത് തന്നെയാണ് വീട്, പറഞ്ഞിട്ട് ചിറക്കൽ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ തന്നെ കുറച്ച് ഉള്ളേരിയായിട്ട് പോകണം. അപ്പോൾ അവിടെ തന്നെയാണ് വീട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മളിപ്പോൾ കല്യാണപ്പെണ്ണിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. കല്യാണപ്പെണ്ണിൻ്റെ വീട്ടിലേക്ക് കഴിഞ്ഞു അവിടുന്ന് കുറച്ചും കൂടി നടന്നു പോകണം. അപ്പോൾ നമ്മൾ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് നിർത്തിയിട്ടുള്ളത്. അപ്പോൾ രാജേട്ടനും ഫ്രണ്ട്സും ചെക്കനും പെണ്ണും വന്നിട്ടേ വീട്ടിലേക്ക് വരുന്നുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു. റിച്ചുവിനുള്ള വെള്ളം എൻ്റെ കയ്യിൽ ബാഗിലുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് അമ്പലത്തിൽ നിന്നും വെള്ളവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ വീട്ടിൽ ചെന്ന് വെള്ളം കുടിക്കാൻ വിചാരിച്ചിട്ട് ഞാൻ റിച്ചുവിനെയും കൂട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് പോയിട്ടോ. വീട്ടിലെത്തിയ പാടെ വെള്ളം കുടിച്ചിട്ട് അപ്പം തന്നെ കഴിക്കാൻ പോയതൊന്നുമല്ല കേട്ടോ. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയിട്ടുള്ളത്. രാജേട്ടനും ചെക്കനും പെണ്ണൊക്കെ വന്നിട്ട് ഇതുവരെ ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയത്. പിന്നെ ഫുഡ് കഴിച്ച് വന്നതിന് ശേഷമാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് കേട്ടോ. പിന്നെ ഭയങ്കര ചൂടാണ്, ആളും തിങ്ങിയിട്ടുണ്ട്, നല്ല ആളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ കുറച്ച് നേരം നിന്നിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ റോട്ടിലേക്ക് തന്നെ പോന്നിട്ട് നമ്മൾ വന്ന വഴിക്കും പിന്നെ ഇപ്പോൾ പറഞ്ഞല്ലോ കുറച്ച് ടൈം എടുത്ത് ഞങ്ങൾ കുറച്ചുകൂടെ നിന്നിട്ട് പിന്നെ 1 മണി 1:30 ആയപ്പോഴാണ് പിന്നെ തിരിച്ച് ചെക്കൻ്റെ വീട്ടിലേക്ക് പോയത് കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു 2 മണി ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. വട്ടമണ്ണപ്പുറത്താണ് ചെക്കൻ്റെ വീട്. അത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് പോയാൽ മതി. അപ്പോൾ അങ്ങനെ ചെക്കൻ്റെ വീട്ടിൽ ചെന്നിട്ട് അവിടെ ചെന്ന പാടെ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചത്. ഞങ്ങൾ വീഡിയോസിൽ അങ്ങനെ കണ്ടിരുന്നാലും കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡും കാര്യങ്ങളും കഴിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ. വീട്ടിൽ പോയപ്പോൾ ഞങ്ങൾ വീടിൻ്റെ ബാക്കൊക്കെ ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, തെങ്ങും പൂപ്പും കുറച്ച് കാടൊക്കെ ആയിരുന്നു. പക്ഷേ അവിടെ വന്നപ്പോഴാണ് JCBയും കാര്യങ്ങളും കൊണ്ട് അവിടെ ആകെ ഉഴുതു മറിക്കുകയാണ്. എന്താ സംഭവം എന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല. അപ്പോൾ ഇനി തെങ്ങ് വെക്കാനുള്ള പ്ലാനാണ് തോന്നുന്നുണ്ട്. കറക്റ്റ് എന്താ മനസ്സിലായിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ ഒരു കുഴികളൊക്കെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ബാക്കിലുണ്ടായിരുന്ന കാടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസും കാര്യങ്ങളും ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.